ക്രിസ്തീയ സഭകളിലെ അനേകരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വിഷയമാണ് ഈ അന്യഭാഷാ ഭാഷണം എന്നുള്ളത്. ചിലർ പറയുന്നുണ്ടാകും അവർക്ക് അതില്ല എങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നായ അന്യഭാഷയെക്കുറിച്ച് ശരിയായി അറിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അസ്വസ്ഥരാകുന്നത്. അതുതന്നെ നമുക്ക് ഇന്നത്തെ പഠനത്തിൽ ഒന്ന് ചിന്തിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ നല്ല പങ്കും ആത്മീയ വരങ്ങളെ, പ്രത്യേകിച്ച് അന്യഭാഷാ വരത്തെ ദുരുപയോഗം ചെയ്തിരുന്നതിനെ തിരുത്തുകയാണ് പൗലോസ് ചെയ്തിരിക്കുന്നത്. ആത്മീയ വരങ്ങൾ ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞ് നിർത്തുന്നത് സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്നത്രേ. 14-ാം അധ്യായത്തിൻ്റെ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം. അവൻ ആവർത്തിച്ച് പറയുന്നത് ആത്മീയ വരങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിന് വ്യക്തതയും ആത്മീയ ജീവിതത്തിൽ കൃത്യതയും ഉണ്ടാക്കണം എന്നത്രേ. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയം പൊതുവായുള്ള ആരാധനയിൽ ആത്മീയ വരങ്ങളെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രമാണങ്ങളാണ്. ഈ കാണുന്ന പല സമൂഹങ്ങളിലും ഈ പ്രമാണങ്ങളെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നാം കണ്ടുവരുന്നു. അത് വളരെയേറെ ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അനേകർക്കും ആത്മീയ വർധന എന്നതിനേക്കാൾ ആത്മീയ ശോഷണമാകുന്നു അനുഭവപ്പെടുന്നത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പൊതുവായ ചില തത്വങ്ങൾ ഞാനൊന്ന് പറയാം. ഈ അന്യഭാഷാ ഭാഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമതായി, അന്യഭാഷ യഥാർത്ഥ ഭാഷകളായിരുന്നു. 9-ാം വാക്യത്തിൽ 14-9 നാം കാണുന്നത് നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിക്കാത്തതിനെ പൗലോസ് പ്രോത്സാഹിപ്പിച്ചില്ല. അർത്ഥമില്ലാത്ത ശബ്ദങ്ങളും ജൽപ്പനങ്ങളും ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് പൗലോസ് പറയുന്നു. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല എന്നത്രേ പൗലോസ് പറഞ്ഞത്. 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് എല്ലാ യഥാർത്ഥ ഭാഷയ്ക്കും അർത്ഥമുണ്ട്. പരിഭാഷപ്പെടുത്തുവാൻ ദൂതില്ലാത്ത അസ്പഷ്ടമായ സംസാരം ആർക്കും പ്രയോജനം ചെയ്യില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചാലും അത് വ്യാഖ്യാനിക്കണം എന്നത്രേ. നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തി സംസാരിക്കുന്ന ഒരു നിഗൂഢ പ്രവർത്തനമല്ല അന്യഭാഷാ ഭാഷണം എന്നുള്ളതാണ് രണ്ടാമത്തെ പൗലോസിൻ്റെ വിഷയം. പൗലോസ് പറയുന്നത് പൊതു ആരാധനയിൽ ചെയ്യുന്നതെല്ലാം ആരാധനക്കാരുടെ ആത്മിക വർധനയ്ക്ക് ഉതകുന്നതാകണം. യഥാർത്ഥ ആരാധന എന്നാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ ആത്മാവിൽ നിഗൂഢമായി സംഭവിക്കുന്നത് എന്തൊക്കെയോ ആകുന്നു എന്ന് ഒരു വലിയ തെറ്റിദ്ധാരണ അനേകരിലുമുണ്ട്. യഥാർത്ഥ ക്രിസ്തുമാർഗം ബുദ്ധിക്കെതിരല്ല. നമ്മുടെ ആത്മീയത മനസ്സിന് വിരോധമാകുന്നു എന്നല്ല, മറിച്ച് യഥാർത്ഥ ഭക്തിയിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവമുണ്ട്. പൗലോസ് ഇവിടെ പറയുന്നത് ആത്മീയ വരങ്ങളുടെ പ്രഥമമായ ഉദ്ദേശം ആത്മീയ വർധനയാകുന്നു എന്നത്രേ. സത്യത്തെ വ്യക്തമായി അറിഞ്ഞ് മനസ്സിനെ ശക്തിപ്പെടുത്തുക. സഭായോഗം അലങ്കോലമാക്കുന്നത് തെറ്റാണ്. വിശുദ്ധ പൗലോസ് ചെയ്യരുതെന്ന് പറയുന്ന കലക്കം അങ്ങനെ തന്നെ ചെയ്യുന്നതിൽ പലരും സന്തോഷിക്കുന്നു. ആരാധിക്കുമ്പോൾ ആരാധകൻ്റെ മനസ്സോ വചനത്തിൽ പറയുന്ന വിധത്തിലുള്ള ഉപദേശങ്ങളോ വെച്ച് വിലയിരുത്തരുതെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അവർ പറയുന്നത് ദൈവം നിങ്ങളുടെ ഹൃദയത്തെയാണ്, മനസ്സിനെയല്ല ആവശ്യപ്പെടുന്നത് എന്നത്രേ. അങ്ങനെ ഒരു ആരാധനയിൽ സംഭവിക്കുന്നതൊക്കെ യുക്തിയുക്തമായി ഗ്രഹിക്കേണ്ട ആവശ്യം ഇല്ല പോലും. അതാണ് അവരുടെ വാദം. ഓർക്കുക, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. ആരാധന എന്ന് പറഞ്ഞ് അലങ്കോലമായ ഒരു സ്ഥലം ദൈവം പ്രവർത്തിക്കുന്ന ഇടമാകുന്നു എന്ന് ആരും ചിന്തിക്കില്ല. അവിടെ ദൈവനാമം മഹത്വപ്പെടുകയുമില്ല. ഇനിയും പൗലോസ് വേറൊരു കാര്യം പറയുന്ന അന്യഭാഷാ ഭാഷണം അവിശ്വാസികൾക്കൊരടയാളമാകുന്നു എന്നാണ്.
22 വാക്യത്തിൽ പൗലോസ് അന്യഭാഷയും പ്രവചനവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. പ്രവചനം വിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു എന്നവൻ പറയുന്നു. ഒരു ഭാഷ മനസ്സിലാക്കുന്ന എല്ലാവരോടും ദൈവത്തിന് പറയുവാനുള്ള ദൂത് അവരുടെ ഭാഷയിൽ നൽകുന്നതാണ് പ്രവചനം. എന്നാൽ അന്യഭാഷയിൽ അറിയിക്കുന്ന ദൂത് അത് മനസ്സിലാകുന്നവർക്ക് മാത്രമേ തെളിവായിരിക്കൂ. ഒരു യഹൂദൻ ആരാധനയ്ക്കായി എബ്രായ ഭാഷ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ അക്കാലത്ത്. അന്യഭാഷാ ഭാഷണം ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ വചനം ജാതികളുടെ ഭാഷയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം അങ്ങനെ കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ അവിശ്വാസികളായ ജൂതന്മാരും ജാതികളും അത്ഭുതപ്പെട്ടു. അങ്ങനെ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു എന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ അന്യഭാഷാ ഭാഷണം. ഒരിക്കൽ യഹൂദനും മാത്രം നൽകിയിരുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് ഇന്നെല്ലാവർക്കും തുറന്നു തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനം അല്ലാതെ അത് കലക്കത്തിനായി നൽകപ്പെട്ടതല്ല. നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഈ വിഷയം പഠിപ്പിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരാം. നാം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം കഴിഞ്ഞ ദിവസം 13-ാം അധ്യായവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചതായിരുന്നല്ലോ. ഇന്ന് 2 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ആ ഭാഗം വളരെ തുറന്ന മനസ്സോടെ നമുക്ക് ആ ഭാഗം പഠിക്കാം. ഇന്നത്തെ ഭാഗം എടുത്താട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം. കൊരിന്ത്യർ 14-ാം അധ്യായമാണല്ലോ ഇന്നലെ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞത് നാം ചിന്തിച്ചു. അതിൻ്റെ വിശദീകരണമാകുന്നു തുടർന്ന് പൗലോസ് 2-ാം വാക്യം മുതൽ പറയുന്നത്. 2-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷാവരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി ആർക്കും മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്നു എന്നും അത് ദൈവത്തോട് മാത്രമാണ് അയാൾ സംസാരിക്കുന്നതെന്നും ഒരു കൂട്ടർ വിശ്വസിക്കുമ്പോൾ, ഗ്രീക്ക് ഭാഷ മാത്രം അറിയാമായിരുന്ന കൊരിന്ത് വിശ്വാസികളുടെ സഭാ കൂടിവരവിൽ ഗ്രീക്കിലല്ലാതെ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരം അവിടെ കൂടി വന്നിരിക്കുന്ന കൊരിന്ത്യരിൽ ആരും തിരിച്ചറിയുകയില്ലെന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വേറൊരു കൂട്ടർ വിശ്വസിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്ന ആൾ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. ഈ അർത്ഥത്തിലാണ് ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. അന്യഭാഷ കൊണ്ട് സഭയ്ക്കാത്മിക വർധനയുണ്ടാകണമെങ്കിൽ വ്യാഖ്യാനിക്കണമെന്ന് 5-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും നാം കാണുന്നു. ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ് ഊന്നി പറയുന്ന 3 വരങ്ങളുണ്ട്: പ്രവചനം, അന്യഭാഷ, ഭാഷകളുടെ വ്യാഖ്യാനം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. കൊരിന്ത്യ ലേഖനത്തിലെ ഈ പറഞ്ഞ 3 അധ്യായങ്ങൾ ഒഴിച്ചാൽ തിരുവചനത്തിൽ അന്യഭാഷയെക്കുറിച്ച് ചുരുക്കം ചില ഭാഗങ്ങളിൽ മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലും, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിലും 11-ാം വാക്യത്തിലും, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിലും, പിന്നെ 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൊർന്നല്യോസും തൻ്റെ ഭവനത്തിൽ കൂടിയിരുന്നവരും അന്യഭാഷയിൽ സംസാരിച്ചു. എഫെസോസിൽ ഉണ്ടായിരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ പൗലോസ് അവരോട് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു. കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ ഓരോ രംഗത്തും അന്യഭാഷ അടയാളമായി ഉപയോഗിക്കപ്പെട്ടു. ഓരോ പ്രാവശ്യവും അന്യഭാഷ ഉപയോഗിച്ചത് ഈ പറഞ്ഞ ബന്ധത്തിലാണ്. സുവിശേഷം ഇസ്രായേൽ ജാതിക്ക് നൽകിയ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ ഒരു അടയാളമായി ഉണ്ടായി. സുവിശേഷം ജാതികൾക്ക് നൽകിയ അവസരത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ അന്യഭാഷാ ഭാഷണം ഉണ്ടായി. സുവിശേഷം ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകുന്ന പ്രക്രിയയിൽ എഫെസോസിൽ വെച്ച് അന്യഭാഷാ ഭാഷണമുണ്ടായി. അതത്രേ 3 അവസരങ്ങൾ. തുടർന്നുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടല്ലോ. അതിനാൽ മുൻപോട്ട് നമുക്ക് പോയി പഠിക്കാം. 14-ാം അധ്യായത്തിന് 3-ാം വാക്യം: പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചന വരത്തെ പൗലോസ് ഇവിടെ ഊന്നിപ്പറയുന്നു. അവരെ ആകർഷിച്ചു കൊണ്ടിരുന്ന, അവർക്കാകെ താല്പര്യജനകം ആയിരുന്ന അന്യഭാഷാ ഭാഷണത്തിലേക്കല്ല, പിന്നെയോ ആത്മീക വർധനയ്ക്കും ആശ്വാസത്തിനും ഉത്തേജനത്തിനും ഉതകുന്ന ദൈവവചനം സംസാരിക്കുക എന്നത്രേ. പ്രവാചകൻ കേൾവിക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. 3 കാര്യങ്ങളാണ് പ്രവാചകൻ്റെ ശുശ്രൂഷയിൽ സാധിക്കേണ്ടത്. 1, ആത്മീക വർധന. ഇതിനുപയോഗിച്ചിരിക്കുന്ന പദം കെട്ടുപണി എന്നർത്ഥം വരുന്ന വാക്കാണ്. സത്യങ്ങൾ സംസാരിക്കുന്നതിനാൽ സാധിക്കേണ്ടതാണിത്.
2, സത്യങ്ങളെ പിൻപറ്റി ജീവിക്കുവാൻ പ്രബോധിപ്പിക്കുക. 3, ആത്മാവിന് കുളിർമയും ചൈതന്യവും നൽകുന്ന വാക്കുകൾ ആശ്വാസം നൽകുന്നു. ഇന്ന് പ്രവാചകന്റെ സ്ഥാനം ഉപദേഷ്ടാവിനാണ്. ദൈവവചനം പ്രസംഗിക്കുന്ന ഓരോ സ്ഥലത്തും കേൾവിക്കാർക്ക് ആത്മിക വർധന ഉണ്ടാകണം, അവരെ പ്രബോധിപ്പിക്കണം, അവർക്ക് ആശ്വാസം ലഭിക്കണം. ഇതില്ലാത്ത പ്രസംഗകർ വെറുതെ വിനോദത്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, 4-ാം വാക്യത്തിൽ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന വരുത്തുന്നു. ഈ വാക്യം അന്യഭാഷ പറയുന്നതിനുള്ള ഒരു പ്രോത്സാഹനമായി പൗലോസ് പറഞ്ഞതാണെന്ന് ചിന്തിക്കരുത്. പ്രവാചകന്റെയും അല്ലെങ്കിൽ ഉപദേഷ്ടാവിൻ്റെയും അന്യഭാഷക്കാരൻ്റെയും ശുശ്രൂഷയുടെ വ്യത്യാസം കാണിക്കുവാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി സഭയിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ആയത് ഒരുതരം സ്വാർത്ഥപരമാകും. അന്യഭാഷ പറയുന്ന ആൾ സ്വയം ആത്മിക അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പ്രവാചകനാണ് സഭയ്ക്ക് മൊത്തം ആത്മിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നത്. സഭയിൽ ഒരാൾക്ക് മാത്രം ആത്മിക പോഷണം ലഭിക്കുന്നത് നല്ല കൃപാവരം അല്ലല്ലോ. അതിനല്ല കൃപാവരം നൽകുന്നത്. അത് സഭയ്ക്ക് മുഴുവൻ പ്രയോജനപ്പെടണം എന്ന് കാണിക്കുവാനാണ് പൗലോസ് ഈ പ്രസ്താവന ചെയ്തിരിക്കുന്നത്. 5-ാം വാക്യത്തിൽ നാം വായിക്കും, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്ന്, വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. പ്രവചനം ദൈവവചനം നൽകുന്നതിനായിട്ടാണ്. ഒരു അന്യഭാഷായോഗമല്ല പ്രധാനപ്പെട്ടത്. പിന്നെയോ ഒരു ബൈബിൾ സ്റ്റഡി. പ്രവചിക്കുന്നവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഉപദേഷ്ടാവിനെ കുറിച്ചാണ്, പഠിപ്പിക്കുന്നവൻ. ആരെങ്കിലും വ്യാഖ്യാനിക്കാനില്ലാതെ ആരും അന്യഭാഷയിൽ സംസാരിക്കരുത്. വ്യാഖ്യാനിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് പഠിക്കുവാൻ സാധിക്കും. ഈ വാക്യം മുതൽ 19-ാം വാക്യം വരെ സഭയിൽ അന്യഭാഷയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന പ്രമാണങ്ങൾ കാണാം. സഭയുടെ പ്രയോജനം നോക്കാതെ അന്യഭാഷ പറയുന്നവർക്കുള്ള ഒരു ശാസന കൂടിയാണിത്. ഈ വാക്യമനുസരിച്ച് അന്യഭാഷക്കാരൻ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തേക്കാമെന്ന് ധ്വനിയുണ്ട്. എന്നാൽ 27-ാം വാക്യമനുസരിച്ച് വ്യാഖ്യാനി വേറൊരുവനാണ്. പ്രവാചകന്റെ ശുശ്രൂഷയാൽ ആത്മിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ആത്മിക ജീവിതത്തിൽ വളർച്ച നൽകുകയും ചെയ്യുന്നതാണ് ആത്മിക അഭിവൃദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6-ാം വാക്യം, സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് വരുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ എൻ്റെ വരവ് കൊണ്ട് എന്ത് പ്രയോജനമാകുന്നു ഉള്ളതെന്ന് പൗലോസ് ചോദിക്കുന്നു. കേൾക്കുന്നവർക്ക് പ്രയോജനകരമല്ലാത്ത ഒരു ശുശ്രൂഷയും അനുവദനീയമല്ല. ഒരു കൃപാവരവും ഉപയോഗിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ ഒരു ഉപാധിയുമില്ല. പൊതുവായുള്ള ഒരു പ്രമാണത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കാഞ്ഞാൽ ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കാർ ഒരുങ്ങും. അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്കുച്ചരിക്കാഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവർ ആകുമല്ലോ. ഊതുന്നതും മീട്ടുന്നതുമായ സംഗീത ഉപകരണങ്ങൾ ഓരോന്നിൻ്റെയും ശബ്ദം ഓരോ തരത്തിലാണ്. അതേസമയം വെറും ശബ്ദമല്ല. കേൾവിക്കാരുടെ ഹൃദയത്തിൽ സംഗീത സുഖം ഉണർത്തുന്നതും സംഗീതാസ്വാദനം നൽകുന്നതുമായ ശബ്ദമാണ്. സംഗീതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ പോലും ശരിയായ സ്വരം അല്ല സംഗീത ഉപകരണത്തിൽ നിന്നും വരുന്നതെങ്കിൽ അത് മനസ്സിലാക്കും. അങ്ങനെ വരുമ്പോൾ അതിനെ അർത്ഥമില്ലാത്ത ശബ്ദമായി മാത്രമേ പരിഗണിക്കൂ. അങ്ങനെ ജീവനില്ലാത്ത ഒരു ഉപകരണത്തിന് പോലും ഈ ലോകത്തിൽ അർത്ഥമുണ്ട്. കാഹളം വെറും സംഗീതോപകരണമല്ല. കാഹളം ഊതുന്നത് വഴി പടയാളികൾക്കുള്ള നിർദ്ദേശങ്ങളും അടയാളങ്ങളും നൽകുകയാണ്. കാഹളം ഊതുന്നതായി വ്യക്തമാകണം. അന്യഭാഷ വ്യാഖ്യാനിക്കേണ്ടതിൻ്റെ ആവശ്യം ആവർത്തിക്കുന്നു. ഇന്ന് സുവിശേഷത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു അവതരണമാകുന്നു ആവശ്യം. ആർക്കും പ്രയോജനമില്ലാത്ത, ഞാൻ ദൈവത്തോട് മാത്രം സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് ആർക്കും കൂട്ടത്തിൽ സംസാരിക്കുവാൻ സാധ്യമല്ല. ഈ കാര്യം നാം ഓർക്കണം. 9-ാം വാക്യത്തിൽ നാം കണ്ടത്, കാറ്റിനോട് സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കേൾവിക്കാർ ഇല്ലാത്തതുപോലെ സംസാരിക്കുക എന്നാണ് അർത്ഥം. വചനം സംസാരിക്കുന്നത് വ്യക്തമായും കേൾവിക്കാർക്ക് മനസ്സിലാകുന്നത് പോലെയും ആയിരിക്കണം. അർത്ഥമില്ലാത്തതുപോലെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുവാൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 10 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. അതുകൊണ്ടും നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ച ഉള്ളവരാകയാൽ
സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ. 12-ാം വാക്യത്തിൽ നാം കണ്ടത്, നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിപ്പീൻ. ലോകത്തിൽ അനേകം ഭാഷകളുണ്ട്. ഒരേ ഭാഷ സംസാരിക്കാത്ത 2 പേർ തമ്മിൽ ഒരിക്കലും ഭാഷ കൊണ്ട് ആശയവിനിമയം സാധ്യമല്ല. സഭയിലുള്ള ആർക്കും തന്നെ മനസ്സിലാകാത്ത ഒരു ഭാഷ താങ്കൾ സംസാരിക്കുന്ന പക്ഷം അത് സഭയിലുള്ള ജനങ്ങളെ എങ്ങനെയാണ് ആത്മീക വർധനയിലേക്ക് നയിക്കുന്നത്? അതത്രേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നുണ്ടോ? അത് വിശ്വാസികളെ ആത്മീകമായി വളർത്തുമോ? ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, ലോകത്തിൽ നടപ്പുള്ള ഏതെങ്കിലും ഒരു ഭാഷയാണ് ഭാഷാവരമുള്ളവർ സംസാരിക്കുന്നത് എന്നത്രേ. അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് അതത്രേ. സ്വർഗത്തിലെ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് വെറും അപശബ്ദങ്ങളല്ല, ആശയവിനിമയത്തിന് ഉതകുന്ന സാക്ഷാൽ ഭാഷകളാണ് അന്യഭാഷ എന്നുറപ്പിക്കുന്നു. ഭാഷ മനസ്സിലാക്കാതിരിക്കുന്നത് കൂട്ടായ്മയ്ക്ക് തടസ്സമാണ്. കൂട്ടായ്മയ്ക്ക് തടസ്സമായി ഒന്നും സഭയിൽ നിലനിൽക്കാൻ പാടില്ല. ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആഗ്രഹം നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നത്രേ. കേവലം പ്രകടനത്തിനോ ആത്മസംതൃപ്തിക്കോ മാത്രമല്ല സഭയിലൊരു ശുശ്രൂഷയും അതിന് അങ്ങനെ പാടില്ല. എല്ലാവരുടെയും ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്നത് അങ്ങനെയുള്ള ശുശ്രൂഷ മാത്രമേ സഭയിൽ പാടുള്ളൂ. വരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസ് ഇത് വളരെയധികം വ്യക്തമാക്കുന്നു. അതെ, നമ്മുടെ ഇന്നത്തെ ആരാധനകളെ നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഏത് സ്ഥാനത്തായിരിക്കുന്നു? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. കൊരിന്ത് സഭയിൽ നിലനിന്ന ഭാഷാവരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 അതിപ്രധാന കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കൊരിന്ത് സഭയിലെ അന്യഭാഷ ആർക്കും മനസ്സിലാകുമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അത് അറിയാൻ പാടില്ലാത്തതായിരുന്നു. 2, അവർ കേട്ടിരുന്ന ആ ഭാഷ അവ കേട്ടിരുന്നവർക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇതത്ര 14-ാം അധ്യായത്തിലെ ചർച്ചയുടെ പ്രധാന വിഷയം. 2-ാം വാക്യത്തിൽ നാം വായിച്ചത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നത്രേ. അന്യഭാഷ സ്പഷ്ടമല്ലായിരുന്നു, ഗ്രഹിക്കത്തക്കതായിരുന്നില്ല. 14-ാം അധ്യായം മുഴുവൻ പൗലോസ് വിശദീകരിക്കുന്നത് സഭയെ ആത്മീക വർധനയിലേക്ക് നയിക്കുവാൻ അവരുടെ സംസാരങ്ങൾ ഗ്രഹിക്കത്തക്കതായിരിക്കണം. അന്യഭാഷ അങ്ങനെ ആയിരുന്നില്ല എന്ന് വ്യക്തമാണ്. കേട്ടിരുന്നവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, സംസാരിച്ച ആളിനും മനസ്സിലായില്ല. വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഒഴിച്ചാൽ ആർക്കും തന്നെ അന്യഭാഷക്കാരൻ്റെ സംസാരം മനസ്സിലായിരുന്നില്ല. രണ്ടാമതായി, കൊരിന്ത് സഭയിൽ അന്യഭാഷ ദുർവിനിയോഗം ചെയ്തു. കൊരിന്ത് സഭയിലെ ഈ പ്രസ്ഥാനത്തിന് ഏതോ തകരാറുണ്ടായിരുന്നു എന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ തിരുത്തുവാനും അതിൻ്റെ ശരിയായ ഉപയോഗം കാണിച്ചു കൊടുക്കുവാനും അത്ര പൗലോസ് ഇത് എഴുതിയത്. ഈ വരത്തിന് വളരെയേറെ പ്രാധാന്യം നൽകി. ഇത് ആവശ്യത്തിലധികം ഉപയോഗിച്ചു. തന്മൂലം ഈ വരം ചിന്താക്കുഴപ്പത്തിനും അലങ്കോലത്തിനും കാരണമായി. എന്തിലുപരി ആത്മീക വർധന വരുത്തുന്നതിന് ഉപകരിക്കാത്ത ഒന്നായി ഇത് തീർന്നു. എന്നാൽ കൊരിന്ത് സഭയിലെ അന്യഭാഷാ ഭാഷണം കൃത്രിമമായിരുന്നെന്നോ നാട്യമായിരുന്നെന്നോ പൗലോസ് ഒരു വിധത്തിലും സൂചിപ്പിക്കുന്നില്ല. എന്നാൽ അത് ദൈവത്തിങ്കൽ നിന്നുള്ള ഒരു അത്ഭുത പ്രവൃത്തി ആയിരുന്നിരിക്കുവാൻ സാധ്യതയില്ല എന്ന സൂചന ഇവിടെ ലഭിക്കുന്നു. കാരണം അങ്ങനെ വരുമ്പോൾ ദൈവം തൻ്റെ വരത്താൽ മനുഷ്യനിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന് വരുമല്ലോ. ഓരോരുത്തർക്കും ദൈവം നൽകിയ അത്ഭുത വരത്താൽ അന്യഭാഷ സംസാരിക്കുവാൻ ഇടയായിരുന്നു എന്ന് വന്നാൽ ദൈവം തൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് വരുമല്ലോ. തികച്ചും അത്ഭുതമായ ഒരു വരത്തെ തെറ്റായി ഉപയോഗിക്കുക എന്നത് അസാധ്യമായ ഒന്നത്രേ. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു വലിയ സത്യം എന്തെന്നാൽ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി അത്ഭുതകരമായ വിധത്തിൽ ഉപയോഗിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്ന ഒരു പ്രത്യേക വരമാണ് അന്യഭാഷ. അതേസമയം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അനാവശ്യവും ഉചിതമല്ലാത്തതുമായ വിധത്തിൽ ഈ വരത്തെ ഉപയോഗിക്കാവുന്നതാണ്. ദൈവശക്തിയിൽ ഉപയോഗിക്കുന്നതിന് പകരം ജഡത്തിൻ്റെ ശക്തിയിൽ ഈ വരം ഉപയോഗിച്ചു എന്നതായിരുന്നു കൊരിന്തിലെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ വരം സഭയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നത്രേ പൗലോസ് 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ഇനി ഞാൻ 13-ാം വാക്യം വായിക്കട്ടെ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷയിൽ പറയുന്നത് എന്തും വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ ആ പറയുന്നത് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാക്കുകയില്ല. അന്യഭാഷ സംസാരിക്കുന്ന ആളിന് വ്യാഖ്യാനിക്കുവാൻ കഴിവില്ല എങ്കിൽ വേറെ വ്യാഖ്യാനത്തിന് കഴിവുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം. 14-ാം വാക്യം, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കും. ഞങ്ങൾ തങ്ങളുടെ സ്വന്തം ആത്മീക വർധനയ്ക്കാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നതെന്ന് പറയുന്നവർക്കുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ഞാൻ സ്വയം പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരുണ്ടല്ലോ. ബുദ്ധി അഫലമായിരിക്കുന്നു എങ്കിൽ അതിലൂടെ താങ്കൾക്കൊരു ആത്മീയ വർധന ലഭിക്കുകയില്ല. അതായത് പരിശുദ്ധാത്മാവ് താങ്കളോട് ഇടപെടുന്നില്ല.
ശുശ്രൂഷിക്കുന്നില്ല എന്ന് ചുരുക്കം. അഥവാ അങ്ങനെ ചെയ്യുമ്പോൾ ആത്മീയ വർധന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തികച്ചും മനഃശാസ്ത്രപരമാകുവാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അബലമായിരിക്കും എന്ന് പൗലോസ് പറയുന്നു. 15ഉം 16ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഒരു സഹോദരനോ സഹോദരിക്കോ പ്രയോജനമുള്ളത് എന്തെങ്കിലും പറയൂ. അങ്ങനെ വരുമ്പോൾ ആ സഹോദരന് താങ്കളോട് ചേർന്ന് ആമേൻ പറയാം. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 17 മുതൽ 19 വരെ, നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവന് ആത്മീയ വർധന വരുന്നില്ല താനും. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് ഇവിടെ കൃപാവരത്തെ കുറ്റപ്പെടുത്തുകയല്ല, ആ വരം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നില്ല എന്ന് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭാഷാവരം കൊടുത്തത് പ്രകടനത്തിന് വേണ്ടിയല്ല, അതിൻ്റെ ലക്ഷ്യം നിറവേറണമെങ്കിൽ അത് വ്യാഖ്യാനിക്കണം. നിരന്തരം യാത്ര ചെയ്തിരുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പൗലോസ് കുറഞ്ഞത് 1 ഡസൻ ഭാഷകൾ സംസാരിച്ചിരുന്നിരിക്കണമെന്നത്ര ഞാൻ ഈ ഭാഗത്തെ ഈ ധ്വനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിനിടയിൽ ചെല്ലുമ്പോൾ പൗലോസിന് ആ വർഗക്കാരുടെ ഭാഷയോ അവർക്ക് പൗലോസിൻ്റെ ഭാഷയോ മനസ്സിലാകുമായിരുന്നില്ല. തുടർന്ന് അവൻ അവരുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി. എന്നാൽ അവൻ പറഞ്ഞത് അവന് അർത്ഥവത്തായിരുന്നില്ല. എന്നാൽ അവൻ തൻ്റെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന വിശ്വാസികളോടൊപ്പം സഭയിലായിരിക്കുമ്പോൾ അവർ ഇരുവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു. സഭായോഗത്തിൽ അന്യഭാഷ ഉപയോഗിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. സഭയിൽ അന്യഭാഷയിൽ മാത്രം പറയാനുള്ള ആ പ്രവണതയെ പൗലോസ് ഇവിടെ ശാസിക്കുകയാണ്. 20-ാം വാക്യം, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. കൊരിന്ത്യരെ അവൻ വീണ്ടും ശാസിക്കുകയാണ്. അവൻ അവരെ ജഡീകരെന്ന് വിളിച്ചു, അതെ, ക്രിസ്തുവിൽ ശിശുക്കളെന്ന്. ഇപ്പോൾ അവൻ അവരോട് പറയുന്നത് ശിശുക്കളെപ്പോലെ ആകരുതെന്നത്രേ. വിലയുള്ളതും ഉപയോഗമുള്ളതും ആയ കാര്യങ്ങളെ വകതിരിച്ചറിയാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല. അന്യഭാഷയുടെ ഉപയോഗത്തിൽ കൊരിന്ത്യർ കാണിച്ച ബാലിശമായ നിലപാടിനെ അപ്പോസ്തലൻ അപലപിക്കുകയാണ്. സഭയിൽ പ്രയോജനകരമല്ലാത്തത് പ്രകടിപ്പിക്കാൻ ബന്ധപ്പെട്ടതിൽ അവർ ശിശുതുല്യരാകാൻ പാടില്ലായിരുന്നു. 21-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് 21-ാം വാക്യം, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഇസ്രായേലിൻ്റെ സ്വന്തം ഭാഷയിൽ ദൈവം അവരോട് അരുളി ചെയ്തത് നിഷേധിച്ചതിനാൽ അവർക്ക് മനസ്സിലാകാത്ത ആ ഭാഷ സംസാരിക്കുന്ന ജാതികളുടെ കയ്യിൽ അവർ ഏൽപ്പിക്കപ്പെട്ടു. ഈ പറഞ്ഞ ജാതികൾ സംസാരിച്ച ഭാഷ ഇസ്രായേലിന് അന്യഭാഷയായിരുന്നു. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. പൗലോസ് പറയുന്നത് ഇപ്രകാരമായിരിക്കാം, ഞാൻ അന്യദേശത്ത് സുവിശേഷം അറിയിക്കുവാൻ പോയപ്പോൾ അവരെല്ലാം ഒരു വ്യത്യസ്ത ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ അവരോട് അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിച്ചു. ഞാൻ അവരുടെ ഭാഷയിൽ സുവിശേഷം പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു. എന്നാൽ ഇസ്രായേലിൽ ഞാൻ വരുമ്പോൾ അവർക്കും എനിക്കും അറിയാവുന്ന ഭാഷയിൽ ഞാൻ അവരോട് സംസാരിക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ പ്രവചിക്കുകയാണ്, അതായത് ഞാൻ അവരെ ദൈവവചനം പഠിപ്പിക്കുകയാണ്. സഭയിൽ ഏതെങ്കിലും ഒരു വരം ഉപയോഗിക്കുന്നതിനുള്ള ക്രമമാകുന്നു ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? ഇതത്രേ ഇന്ന് സംഭവിച്ചു കാണുന്നതില്ലേ? ശരിക്കും ഭ്രാന്തിളകിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് താൻ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ സഭയിലേക്ക് അഥവാ ആരാധനയിലേക്ക് വന്നിരിക്കുന്ന ഒരു അപരിചിതന് തോന്നരുത് എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം ദൈവവചനം യുക്തിയുക്തമായി അർത്ഥവത്തായി അവതരിപ്പിക്കുന്നതാണ്. പലതിനും വിശ്വാസികൾക്ക് ഇന്ന് മറുപടിയില്ല. ചിലതൊക്കെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമാണെന്നറിയാം. എല്ലാം അങ്ങനാണെങ്കിലോ? ഈ ലോകത്തിലുള്ള ജനങ്ങൾ ബുദ്ധിമാന്മാരാണ്, ശാസ്ത്രീയമായി ചിന്തിക്കുന്നവരാണ്, ഏറ്റവും പുതിയ ടെക്നോളജി അനുസരിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. 1-ാം ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്നതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ.
അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഉത്തരമില്ലാത്ത കുറേ കാര്യങ്ങളുമായി ചെന്നാലത്തെ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കുറേ പഴഞ്ചൻ മാർഗങ്ങളും അർത്ഥമില്ലാത്ത ആചാരങ്ങളും കൊണ്ട് ആരാധന ആർക്കും വേണ്ടാത്ത ഒന്നാക്കി തീർത്തിരിക്കുന്നു, ഇല്ലേ? അതാണിന്ന് പലയിടത്തും സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും യുക്തിയുക്തമായതുമായ ദൂതുകളാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ താല്പര്യപ്രകാരം ദൈവവചനം വളച്ചൊടിക്കണമെന്നല്ല, ഉള്ളത് ശരിക്കും പഠിപ്പിക്കുവാൻ കഴിയണം. ഗ്രഹിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവവചനം അവതരിപ്പിക്കണം. ഈ കാര്യത്തിൽ നിങ്ങളെ ഈ പരിപാടി വളരെയേറെ സഹായിക്കുന്നുണ്ട് എന്ന് അനേകരുടെയും കത്തുകളിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. 24, 25 വാക്യങ്ങളിൽ നാം കാണുന്നത്, എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ ദൈവവചനം പ്രസംഗിക്കുകയാകുന്നു എങ്കിൽ ഒരു അവിശ്വാസി അത് കേൾക്കുന്ന പക്ഷം അവന് കുറ്റബോധം ഉള്ളവനായിത്തീരും. തന്മൂലം ദൈവത്തിങ്കിലേക്ക് അവൻ തിരിയും. 26 വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. എല്ലാവർക്കും മനസ്സിലാകാത്ത അന്യഭാഷയിൽ സംസാരിക്കുന്ന അവസ്ഥ ഒരു കൂടിവരവിൽ ഉണ്ടെന്നാൽ അവിടെ വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ഒരുവൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അങ്ങനെ ദൂത് സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നതായിരിക്കണം. ആദിമസഭ കൂടി വന്നപ്പോൾ ഉണ്ടായിരുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് അത്ര ഇവിടെ പറയുന്നത്. ഇത് പുതിയ നിയമ ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതുന്നതിന് മുൻപ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ജീവിച്ചിരിക്കുകയും സത്യങ്ങൾ വെളിപ്പാടിനാൽ ക്രമേണ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത കാലത്തെ കാര്യമാണെന്ന വസ്തുത വിസ്മരിച്ച് കളയരുത്. അങ്ങനെ വിസ്മരിച്ച് ഇന്നത്തെ സഭായോഗത്തിലും ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. 27, 28 വാക്യങ്ങളിൽ നാം കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ആത്മീയ വർധന മാത്രമല്ല, സഭയിൽ ക്രമവും ഉണ്ടാകണം. ആരെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ വ്യാഖ്യാനിക്കുവാൻ ആളുണ്ടായിരിക്കണം. ദൂത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അർത്ഥവത്തായിരിക്കണം. അങ്ങനെ അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ ഇല്ല എന്നാണ് അർത്ഥം. വ്യാഖ്യാനി ഇല്ല എങ്കിലോ 1-2 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുക ആണെങ്കിലോ അന്യഭാഷയിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാൾ മിണ്ടാതിരിക്കണം എന്നത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കാം എന്ന് പൗലോസ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ദൈവവുമായി കൂട്ടായ്മയാകാം. അന്യഭാഷക്കാരന് ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയണം എന്നതിൻ്റെ അർത്ഥമാണിത്. അന്യഭാഷ വികാരാവേശത്താലോ സുബോധമില്ലാതെയോ അല്ല പറയുന്നത്. ഭാഷാപരം ദൈവാത്മാവ് നൽകുന്നതാകിയാൽ സുബോധവും വിവേകവും അതിൻ്റെ ലക്ഷണമായിരിക്കണം. അന്യഭാഷക്കാരൻ ഭാഷ പറയുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യാഖ്യാനി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. 30 മുതലുള്ള വാക്യങ്ങളിൽ, ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവം അത്രേ. ഞാൻ ഈ ഭാഗം വിശദീകരിക്കേണ്ടതില്ലല്ലോ. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല. ഇത് നാം അറിഞ്ഞാൽ ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടിയിട്ട് നമുക്കായിരിക്കാൻ സാധിക്കും. ആരാധനകളിൽ കലക്കമൊന്നുമില്ലാതെ ആയിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധന സർവശക്തനായ ദൈവത്തോടുള്ള നമ്മുടെ ആ വലിയ സ്നേഹവും ബഹുമാനവും കാണിക്കുന്നതാണ്. അതുകൊണ്ട് ജഡത്തിനവിടെ സ്ഥാനമൊന്നുമില്ല. ദൈവം പ്രവർത്തിക്കുന്ന വിധം നാം തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പലരുടെയും ജീവിതത്തിലുണ്ടായിരുന്ന പല സംശയങ്ങളും ഒരുപക്ഷെ ഇന്നത്തെ പഠനത്തോടുകൂടെ പരിഹരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അഥവാ നിങ്ങൾക്കിനിയും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ മടിക്കരുത്. തീർച്ചയായും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവം തരുന്ന ശുശ്രൂഷ ഭംഗിയായി ചെയ്യുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.